നമ്മൾ ലാസ്റ്റ് ഡേ ചെക്കിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തത്. ചെക്ക് എന്താണ്, വാട്ട് ഇസ് ദ ഡെഫിനേഷൻ ഗിവൺ ഫോർ ചെക്ക്, അതുപോലെ എന്തെല്ലാം എസെൻഷ്യൽസ് ആണ് ഒരു വാലിഡ് ചെക്കിന് വേണ്ടത്. എന്തൊക്കെയായിരുന്നു? ചെക്ക് എപ്പോഴും റിട്ടേൺ ഫോമിലായിരിക്കണം. റിട്ടേൺ ആയിട്ട് നമ്മൾ ഡ്രോവറിൻ്റെ നെയിം, അതുപോലെ പേര് നെയിം, അതുപോലെ സൈൻ എല്ലാം ഉണ്ടായിരിക്കണം. അതുപോലെ ഇറ്റ് മസ്റ്റ് ബി ആൻ അൺകണ്ടീഷണൽ ഓർഡർ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ ഇറ്റ് ഷുഡ് ബി ഡ്രോൺ ഓൺ എ ബാങ്ക്. ഒരു ബാങ്കിൻ്റെ പേരിൽ ആ ഡ്രോവറിന് എവിടെ അക്കൗണ്ട് ഉണ്ടോ ആ ബാങ്കിൻ്റെ പേരിൽ തന്നെ വേണം നമ്മൾ ആ ചെക്ക് ഡ്രോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അതുപോലെ ഇറ്റ് ഷുഡ് ബി സൈൻ ബൈ ദ ഡ്രോവർ ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് എൻ ഓർഡർ ടു പേ ദ സർട്ടൻ സം ഓഫ് മണി ഓൺലി. അതിനകത്ത് എത്ര മണിക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ടോ ആ മണി എമൗണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെക്ക് ഡ്രോ ചെയ്യുന്നത്. വേറൊരു കൊലാറ്ററലോ ലൈക്ക് ഗോൾഡോ അങ്ങനത്തെ ഒരു സാധനം നമുക്ക് ചെക്കിലൂടെ എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദെൻ ദ ചെക്ക് ഈസ് എൻ ഓർഡർ ടു പേ സർട്ടൻ എമൗണ്ട് ഓഫ് മണി ഉണ്ട്, അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ ദ പേയി മസ്റ്റ് ബി സർട്ടൻ, പേയി സർട്ടൻ ആയിരിക്കണം, ആ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് ദ ലാസ്റ്റ് ദ ചെക്ക് ഷുഡ് ബി മെയ്ഡ് പേയബിൾ ഓൺ ഡിമാൻഡ്. ഡിമാൻഡ് എന്ന് വെച്ചാൽ നമ്മുടെ പേയി എന്ന് വന്ന് ഡിമാൻഡ് ചെയ്യുന്നു, ആ സമയത്ത് ദ ബാങ്കർ ഇസ് ഒബ്ലിഗ് ടു പേ ദ ചെക്ക്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, സോ ടുഡേ വി വോണ്ട് ടു ഡീൽ വിത്ത് വാട്ട് ആർ ദ പാർട്ടീസ് ഓഫ് എ ചെക്ക്. ഒരു ചെക്കിന് ഇൻവോൾവ് ആവുന്ന ഏതെല്ലാം പാർട്ടീസാണ്, ആരൊക്കെ അതിനകത്ത് വരുന്നതെന്ന് നമുക്കറിയാം. ഒരു ബാങ്കർ ഉണ്ടാവും, പിന്നെ ഉണ്ടാവുന്ന ആരായിരിക്കും? ഒരു ഡ്രോവർ, ഡ്രോയി, പേയി. ഈ 3 പേരാണ് നമ്മൾ ഓർത്തിരിക്കുന്നത്. ഹു ആർ ദ പാർട്ടീസ് ഇൻവോൾവ് ഇൻ എ ചെക്ക് എന്ന് ചോദിച്ചാൽ യു വോണ്ട് ടു നോ ദ 3 names. ദാറ്റ് ഈസ് എ ഡ്രോവർ, ഡ്രോയി ആൻഡ് എ പേയി. ഡ്രോവർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഹീ ഈസ് എ പേഴ്സൺ ഹു ഡ്രോസ് എ ചെക്ക് ആൻഡ് ഹീ ഈസ് എ പേഴ്സൺ ഹു ഈസ് സൈനിങ് ദ ചെക്ക് ആൻഡ് ഹാസ് മണി ഡെപ്പോസിറ്റ് ഇൻ ദ ബാങ്ക്. ബാങ്കിൽ എമൗണ്ട് ഉള്ള ആൾ, ആരുടെ പേരിലാണോ ചെക്ക് ഡ്രോ ചെയ്യുന്നത് അയാൾ. അപ്പം ഇപ്പം എനിക്കൊരു അക്കൗണ്ട് ഉണ്ട്, അപ്പം എനിക്ക് ആ അക്കൗണ്ടിനകത്ത് ബാങ്കിൽ എമൗണ്ട് ഉണ്ടെങ്കിൽ ഐ ക്യാൻ ഡ്രോ ചെക്ക് ഇൻ മൈ നെയിം ആൻഡ് ഐ വിൽ ബി കോൾഡ് ആസ് ദ ഡ്രോവർ. സോ ഡ്രോവർ ഇസ് എ പേഴ്സൺ ഹു ഡ്രോസ് എ ചെക്ക് ആൻഡ് ഹീ ഈസ് ദ പേഴ്സൺ ഹു സൈനിങ് ദ ചെക്ക്. ഞാനായിരിക്കും ആ ചെക്കിൽ സൈൻ ചെയ്യേണ്ടത്, ബിക്കോസ് എൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് ക്യാഷ് പോകുന്നത്. സോ ഐ വിൽ ബി ദ ഡ്രോവർ. അപ്പോൾ ആരുടെ അക്കൗണ്ടിലാണോ ക്യാഷ് ഉള്ളത്, ആരാണോ സൈൻ ചെയ്യുന്നത്, അയാളെയാണ് നമ്മൾ ഡ്രോവർ എന്ന് പറയുന്നത്. അതേപോലെ സെക്കൻഡ് ടൈപ്പ് ഓഫ് പാർട്ടിയാണ് ദ ഡ്രോയി. ഡ്രോയി എന്ന് പറയുമ്പോൾ ആരായിരിക്കും? ഇറ്റ് വിൽ ബി ഓൾവേസ് എ ബാങ്ക്. ഒരു ബാങ്ക് ആയിരിക്കും ഡ്രോയി ആയിട്ട് ആക്ട് ചെയ്യുന്നത്. വേ ദ ഡ്രോവേഴ്സ് ബാങ്ക് അക്കൗണ്ട് to which the bank the check is addressed. അപ്പം എനിക്കൊരു അക്കൗണ്ട് ഉണ്ട് ഒരു ബാങ്കിലെങ്കിൽ ആ ബാങ്കിനെയാണ് നമ്മൾ ഡ്രോയി എന്ന് പറയുന്നത്. ഐ വിൽ ബി ദ ഡ്രോവർ ആൻഡ് ദ ബാങ്ക് വിൽ ബി ദ ഡ്രോയി. അവിടെ നിന്നാണ് നമ്മൾ എമൗണ്ട് എടുക്കുന്നത്. അതുകൊണ്ട് ഹി വിൽ ബി ദ ബാങ്ക് ഓർ ദ എനി അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ വിച്ച് ഐ ഡ്രൂ ദ ചെക്ക് ഈസ് കോൾഡ് ദ ഡ്രോയി. അതേപോലെ മൂന്നാമത്തെ ആളിനെയാണ് നമ്മൾ പേയി എന്ന് പറയുന്നത്. അപ്പോൾ ആരുടെ പേരിലേക്കാണോ ഞാൻ എമൗണ്ട് കൊടുക്കുന്നത്, ഹീ ഈസ് കോൾഡ് ആസ് a payee. So payee is a person to whom the amount of the check is made payable. The payee may be either the drawer himself or the payment named in the check or payee order or the bearer of the check. അപ്പോൾ payee എന്ന് പറയുന്ന ആൾ ആരൊക്കെ ആവാം? ഈ എമൗണ്ട് ആർക്കാണോ നമ്മൾ കൊടുക്കുന്നത്, ഈ ചെക്കിൽ എഴുതിയിരിക്കുന്ന എമൗണ്ട് ആരിലേക്കാണോ എത്തുന്നത്, ഹീ ഈസ് കോൾഡ് ദ പേയി. ഹി ക്യാൻ ബി ദ ഡ്രോവർ ഹിംസെൽഫ്. ചിലപ്പോൾ എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കാൻ വേണ്ടി ഞാൻ ചെക്ക് കൊടുക്കും. അപ്പോൾ എനിക്ക് തന്നെ ആ എമൗണ്ട് എടുക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ആ ചെക്കിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ആ പേരിലുള്ള ആൾക്ക് വേണ്ടി നമുക്ക് ചെക്ക് കൊടുക്കാം. ഈ പാർട്ടീസ് ഇൻ എ ചെക്ക് ആർ ദ ഡ്രോവർ, ഡ്രോയി ആൻഡ് ദ പേയി. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഇസ് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ചെക്ക്. ഏതെല്ലാം ടൈപ്പ് ചെക്കുകളുണ്ട്? The first one is the bearer check. അപ്പോൾ types of checksൽ നമുക്ക് പഠിക്കേണ്ട ഫസ്റ്റ് ടൈപ്പാണ് bearer's check, then order check, blank check, antedated check, post-dated check, stale check, multi-dated check, etc. ഇതാണ് മേജർ 7 types of checks available. അല്ലെ, ഫസ്റ്റ് നമ്മുടെ bearer check. Bearer check എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? It is a check which need not necessarily contain the name of the payee to whom the amount of the check is made payable. Bearer check can be enhanced by any person who bears or holds the check. അപ്പോൾ bearer check എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ചെക്കിൻ്റെ മേലിൽ ആരുടെ പേരിലേക്കാണ് ആ എമൗണ്ട് കൊടുക്കേണ്ടതെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ചെക്കിനെ നമ്മൾ bearer check എന്ന് പറയും. അപ്പോൾ ആരാ ചെക്ക് കൊണ്ട് വരുന്നോ, അപ്പം അതിനകത്തൊരു ഡ്രോവറിൻ്റെ സൈൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് പൈസ പോകണമെങ്കിൽ ഞാൻ സൈൻ ചെയ്തിട്ടായിരിക്കും ചെക്ക് കൊടുക്കുന്നത്. പക്ഷെ ഞാൻ അതിനകത്ത് ആരിലേക്കാണെന്ന് വെച്ചാൽ പേയുടെ പേര് മെൻഷൻഡ് ആയിരിക്കത്തില്ല. ഏത് ആൾക്കാർ ആ ചെക്ക് കൊണ്ട് പോയാലും ദ ബാങ്ക് ഈസ് ഒബ്ലിഗ് ടു പേ ദ എമൗണ്ട് ടു ദാറ്റ് പേഴ്സൺ ഹൂ അപ്പിയേഴ്സ് വിത്ത് ദ ചെക്ക് എമൗണ്ട്. ആ ചെക്കും കൊണ്ട് പോകുന്ന ആർക്ക് വേണമെങ്കിലും ആ അക്കൗണ്ടിൽ നിന്നുള്ള എമൗണ്ട് എൻക്യാഷ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് കോൾഡ് എ ബിയറർ ചെക്ക്. മനസ്സിലായോ? സെക്കൻഡ് ടൈപ്പാണ് ഓർഡർ ചെക്ക്.
So order check is a check which contains the name of the payee to whom the amount of the check is made payable is known as order check. അപ്പം എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ആരിലേക്കാണോ ആര് കൊണ്ടുവന്നാൽ വേണം ഈ എമൗണ്ട് കൊടുക്കാനെന്ന് ഞാൻ ചെക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഓർഡർ ചെക്ക് എന്ന് പറയുന്നത്. അപ്പം ഞാൻ അർപ്പിതിൻ്റെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്, എൻ്റെ പേയുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൺലി ഇഫ് അർപ്പിത് അപ്രോച്ച് ദ ബ്രാഞ്ച്, അവിടെ ചെന്നിട്ട് അർപ്പിത് ചോദിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ വേറെ ഇപ്പം ആദർശ് എന്ന അക്കൗണ്ടിന് കൊടുക്കത്തില്ല. അപ്പം അർപ്പിത് കൊടുത്താൽ മാത്രമേ ആ എമൗണ്ട് കൊടുക്കത്തുള്ളൂ. ആ ചെക്ക് കൊണ്ടുപോയാൽ മാത്രമേ തിരിച്ചു കൊടുക്കുള്ളൂ. ബിക്കോസ് ദാറ്റ് ടൈം ദേ വിൽ ആസ്ക് ഫോർ ഐഡൻറ്റിറ്റി കാർഡ് എല്ലാം ചോദിച്ചിട്ട് മാത്രമായിരിക്കും ഓർഡർ ചെക്കിൻ്റെ എമൗണ്ട് കൊടുക്കുന്നത്. അതാണ് സെക്കൻഡ് ടൈം. വേറെ ചെക്കിൽ ആരുന്നില്ല, ആര് കൊണ്ടുപോയാൽ, നിങ്ങൾ ആര് കൊണ്ടുപോയാലും ആ ചെക്കിലെ എമൗണ്ട് കിട്ടും. അതർവൈസ് ദ നെയിം മെൻഷൻഡ് ഓൺ ദി ചെക്ക് only if that person approaches the bank, the order check will be issued or encashed by that person or by the banker. Third type is the blank check. Blank check എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ നമ്മൾ ഒന്നും എഴുതിയിട്ടുണ്ടാവില്ല, ജസ്റ്റ് ഒരു സൈൻ മാത്രം ഇട്ടിട്ടുണ്ടാവുള്ളൂ ഡ്രോവർ. നമ്മൾ കാണാറുണ്ട്, സിനിമയിലൊക്കെ കാണിക്കുന്നത് ബ്ലാങ്ക് ചെക്ക് പിടിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ ജസ്റ്റ് ഒരു സൈൻ മാത്രമേ കാണുള്ളൂ, ആരുടെ പേരുണ്ടാവത്തില്ല, അതിൽ എമൗണ്ട് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. സോ എ ചെക്ക് ഓൺ വിച്ച് ദ ഡ്രോവേഴ്സ് put his signature and leaves all other columns blank is called a blank check. Blank എന്ന് പറയുമ്പോൾ ബാക്കി എല്ലാം ബ്ലാങ്ക് ആയിരിക്കും, ജസ്റ്റ് സൈൻ ഈസ് റിക്വയർഡ്. സൈൻ എന്തായാലും അത്യാവശ്യമാണ്, ചെക്കിൽ എപ്പോഴും സൈൻ ഉണ്ടായിരിക്കണം, അതർവൈസ് ഇറ്റ് ക്യാൻ ബി എൻകാഷ്ഡ് ബൈ ദ ബാങ്ക്. നെക്സ്റ്റ് വൺ ഇസ് ദ ആൻറ്റി-ഡേറ്റഡ് ചെക്ക്. ദാറ്റ് ഇസ് the check which bears a date earlier than the date of issue is known as anti-dated check. മുന്നത്തെ ഡേറ്റിൽ തന്നെ നമ്മൾ എഴുതിയിരിക്കുന്ന ചെക്ക് ഉണ്ടാവും. അപ്പം നമുക്ക് എന്നാണോ അത് ഡ്രോ ചെയ്യേണ്ടത്, ഇഷ്യൂ ചെയ്യേണ്ടത്, അതിനേക്കാളും മുമ്പത്തെ ഡേറ്റിൽ എഴുതുന്ന ചെക്കിനെയാണ് നമ്മൾ ആൻറ്റി-ഡേറ്റഡ് ചെക്ക് എന്ന് പറയുന്നത്. അപ്പം പിന്നത്തെ ഒരു ഡേറ്റിലേക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. നമ്മൾ ഇന്ന് എത്രയാണ്, 6/2/2021 ആണ്. ഞാൻ ആ ഡേറ്റിൽ അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഡേറ്റ് 10/3/2021 ആണെന്ന് വെച്ചോ. സോ ഇറ്റ് ഇസ് എ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്. ഞാൻ പിന്നത്തെ ഈ ചെക്കും കൊണ്ട് 10-ാം തീയതി 3-ാം മാസം വെച്ചാൽ മാർച്ച് 10-ാം തീയതി ചെന്നാൽ മാത്രമേ ആ എമൗണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റൂ. അങ്ങനെയുള്ള ചെക്കിനെയാണ് നമ്മൾ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് എ സ്റ്റേൽ ചെക്ക്. ദാറ്റ് ഇസ് എ ചെക്ക് വിച്ച് ബിയേഴ്സ് എ check which is not presented for payment within 3 months from the date of issue of the check is known as stale check. അപ്പം 3 മാസത്തിനകം കൊടുക്കാത്ത ചെക്കുകളില്ലേ, നമ്മൾ ഇപ്പോൾ ഇന്നത്തെ ഡേറ്റ് ഇട്ടു 6/2/2021 ഡേറ്റ് ഇട്ടു, എന്നിട്ട് 5-ാം മാസം 5ആവുമ്പോൾ 3 മാസമാവും. അപ്പം 6/5/2021 ശേഷം പ്രസൻറ്റ് ചെയ്യുന്ന ചെക്കിനെ നമ്മൾ സ്റ്റേൽ ചെക്സ് എന്ന് പറയും. പിന്നെ അതിന് വാലിഡിറ്റി കുറവായിരിക്കും, ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള ചെക്കിനെയാണ് സ്റ്റേൽ ചെക്ക് എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് എ മൾട്ടി-ഡേറ്റഡ് ചെക്ക്. ദാറ്റ് ഈസ് എ ചെക്ക് വിച്ച് ഇസ് torn into 2 or more pieces is termed as multi-layered check. Torn checks should not be paid by the banker unless certified by the drawer. അപ്പം എന്തെങ്കിലും ഡാമേജ് പറ്റിയ ചെക്ക്, കീറിയിട്ടുണ്ട്, 2-3 കഷ്ണമായിട്ടൊക്കെ കീറിപ്പോയ ചെക്കാണെങ്കിൽ അതിനെ നമ്മൾ മൾട്ടി-ലേയേർഡ് ചെക്സ് എന്ന് പറയും. എന്തെങ്കിലും കൊണ്ട് പറ്റിയതായിരിക്കാം. സോ ദാറ്റ് ഇസ് കോൾഡ് എ മൾട്ടി-ലേയേർഡ് ചെക്ക്. ഓൺലി ദ എമൗണ്ട് ക്യാൻ ബി ഡ്രൂ ഇഫ് ദ ബിയറർ ഓർ ദ ഡ്രോവർ ഓഫ് ദ ചെക്ക് സൈൻ ഇറ്റ്. ആ ഡ്രോവർ ആരുടെ, ഇപ്പം എൻ്റെ ഒരു ചെക്ക്, ഞാൻ കൊടുത്തൊരു ചെക്കാണ് കീറി കഷ്ണമായി ഒരാൾ കൊണ്ടുപോകുന്നതെങ്കിൽ, ആദർശ് അപ്പോഴാണ് കീറിയ ചെക്കുകൾ കൊണ്ടുപോയിരിക്കുന്നതെങ്കിൽ വാട്ട് ഹാപ്പൻസ്, ദ ബാങ്ക് വിൽ നോട്ട് ഇഷ്യൂ ദ എമൗണ്ട്. അപ്പോൾ ബാങ്ക് എന്നെ അപ്രോച്ച് ചെയ്യും, അല്ലെങ്കിൽ ദേ വിൽ കോൺടാക്ട് മീ, ഇങ്ങനൊരു ചെക്ക് വന്നിട്ടുണ്ട്, ഈസ് ഇറ്റ് യോസ്, ആൻഡ് ഇഫ് ഐ സർട്ടിഫൈ ദറ്റ് ചെക്ക് ഓൺലി ഇറ്റ് വിൽ ബി പെയ്ഡ്, ദ എമൗണ്ട് വിൽ ബി പെയ്ഡ്. അതാണ് മൾട്ടി-ലേയേർഡ് ചെക്ക്. അപ്പോൾ ഇതെല്ലാമാണ് ദ ടൈപ്സ് ഓഫ് ചെക്സ്: ബിയറർ ചെക്ക്, ഓർഡർ ചെക്ക്, ബ്ലാങ്ക് ചെക്ക്, മൾട്ടി-ലേയേർഡ് ചെക്ക്, ആൻറ്റി-ഡേറ്റഡ് ചെക്ക്, പോസ്റ്റ്-ഡേറ്റഡ് ചെക്ക് ആൻഡ് സ്റ്റേൽ ചെക്ക്. ഓക്കെ, സോ ദിസ് ആർ ദ ടൈപ്സ് ഓഫ് ചെക്ക്. അപ്പം നമ്മൾ എന്തെല്ലാം ആൾക്കാർ ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നു, ഡ്രോവർ, ദ ഡ്രോവി, ദെൻ ദ പേ, അത്രയും ഡിസ്കസ് ചെയ്തു. ദെൻ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ചെക്സ്, അത്രയും നമ്മൾ നോക്കി. നൗ വി വോണ്ട് ടു നോ വാട്ട് ഇസ് എ പ്രിൻറ്റഡ് ഫോം ഓഫ് ചെക്ക്. ഈ പ്രിൻറ്റഡ് ഫോം ഓഫ് ചെക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ് എന്നാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ഇസ് പ്രിൻറ്റഡ് ഫോം ഓഫ് ചെക്ക്? Checks drawn on ordinary piece of paper are legally valid, but nowadays bank insists on printed forms of check. For this purpose, bank gives the check books to the customers. നമ്മൾ കസ്റ്റമേഴ്സൊക്കെ നമുക്കിപ്പോൾ ആവശ്യമുണ്ട്, നമ്മുടെ അക്കൗണ്ടിന് എഗെയിൻസ്റ്റ് ചെക്ക് വേണമെങ്കിൽ വി വോണ്ട് പേ എ സർട്ടൻ എമൗണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മിനിമം ബാലൻസ് ഇത്ര വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ ഹാവ് എ ചെക്ക് ബുക്ക്. അപ്പോൾ അങ്ങനെയുള്ള പ്രിൻറ്റഡ് ഫോംസ് ഓഫ് ചെക്കിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടുന്ന ഫോം, അതിനെയാണ് നമ്മൾ പ്രിൻറ്റഡ് ഫോംസ് ചെക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഗുണങ്ങൾ എന്താണ് എന്നുള്ളതാണ് ഇനിയുള്ളത്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ദ പ്രിൻറ്റഡ് ഫോംസ് ഓഫ് ചെക്ക്? ഇറ്റ് ഈസ് വെരി കൺവീനിയൻറ്റ് അല്ലേ. നമ്മളുടെ കയ്യിൽ ഇങ്ങനെ ഒരു ചെക്ക് ബുക്ക് ഉണ്ടാവും എന്നും.
നമുക്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് നാളിനുള്ളിൽ നമ്മൾ അതിന് വേണ്ടി ഒരു റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ദ ബാങ്ക് വിൽ ഗീവ് അസ് ദ ചെക്ക് ബുക്ക്. സോ ഓൺ ഡിമാൻഡ് ഓർ വെനെവർ വി വോണ്ട് ടു ഗീവ് എനി മണി ടു എനി പേഴ്സൺ വിതൗട്ട് അപ്രോച്ചിങ് ദ ബാങ്ക് വി ക്യാൻ ജസ്റ്റ് റൈറ്റ് ദിസ് ചെക്ക് എമൗണ്ട് എഴുതിയിട്ട് ആ ചെക്ക് കൊടുത്താൽ മതി. ഫോർ ദ പേയുടെ പേരിൽ ഒരു ചെക്ക് കൊടുത്താൽ മതി. ദാറ്റ് ഇസ് സോ ഇറ്റ് ഇസ് വെരി കൺവീനിയൻറ്റ് ടു ദ ഡ്രോവർ ടു ഡ്രൂ ദ ചെക്സ്. യു ഓൺലി നീഡ്സ് ടു ഫിൽ ദ ബ്ലാങ്ക്സ് ആൻഡ് പുട്ട് ഇറ്റ്സ് സിഗ്നേച്ചർ. സൈൻ ചെയ്യണം, അതുപോലെ എത്ര എമൗണ്ട് ആണെന്ന് മെൻഷൻ ചെയ്യണം. സൈൻ കറക്റ്റ് ആവണം എന്നത് മാത്രമേ ഒരു പ്രശ്നമായിട്ട് വരുന്നുള്ളൂ. സോ ഇറ്റ് ഈസ് വെരി കൺവീനിയൻറ്റ് മെത്തേഡ് ടു ഡ്രൂ അമൗണ്ട്സ് ഫ്രം ദ ചെക്സ് ബൈ യൂസിങ് ചെക്സ്. Second one is alteration of the printed check is difficult. If it is altered, it can be found easily. എന്തെങ്കിലും തെറ്റൊക്കെ അതിനകത്ത് മാറ്റം വരുത്താൻ ഇറ്റ് ഈസ് വെരി ഹാർഡ്. ഒരു പ്രിൻറ്റഡ് ഫോം ആയതുകൊണ്ട് ചെറിയ തെറ്റുകൾ പോലും നമ്മളിപ്പം എമൗണ്ട് എഴുതി അത് നമുക്ക് തെറ്റിപ്പോയി എന്നറിഞ്ഞാൽ നമുക്കത് വൈറ്റ്നർ ഇട്ടിട്ട് മാറ്റി എഴുതാനൊന്നും പാടില്ല ചെക്കിൽ. ഇറ്റ് ഷുഡ് ബി ന്യൂ. അല്ലെങ്കിൽ ആ ചെക്ക് ട്രങ്കേറ്റഡ് ചെക്ക് ആവാൻ മാറ്റി വയ്ക്കും, എന്നിട്ട് വേറെ ചെക്കായിരിക്കും എടുക്കുന്നത്. ആ ഒരു ചെക്ക് ലീഫ് മാറ്റേണ്ടി വരും. അങ്ങനെ ഓൾട്രേഷൻ ഒന്നും ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഇൻ കേസസ് ഓഫ് എ പ്രിൻറ്റഡ് ഫോം ഓഫ് ചെക്ക്. Third one is the serial numbers of the check is issued by the bank to the customers are noted in their accounts. This minimizes the possibility of forging the checks. ഇപ്പോൾ ചെക്സിൽ തെറ്റുകൾ വന്ന് നമ്മൾ പല പ്രാവശ്യം തെറ്റുകൾ വന്ന് നമുക്കതിൻ്റെ ലീവ്സ് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ലീവ്സ് എവിടെ പോയി എന്നുള്ളത് ബാങ്ക് ചെക്ക് ചെയ്യുകയും ചെയ്യും. അപ്പം ഇപ്പം നമ്മുടെ ചെക്കിൻ്റെ നമ്പർ 2020 ആണ് ഒരു ചെക്കിൻ്റെ നമ്പറെങ്കിൽ അടുത്ത 2021 ആയിരിക്കും. 2022, 2023 ഇങ്ങനെയാണ് ചെക്കിൻ്റെ സീരിയൽ നമ്പർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ചെക്സ് എല്ലാം മിസ് ചെയ്തു, പക്ഷേ എവിടെ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇറ്റ് വിൽ ബി നോട്ടഡ് ബൈ ദ ബാങ്ക്. ബാങ്കിനറിയാം ഏതെല്ലാം സീരീസ് 2020 തൊട്ട് 2100 വരെയാണ് ആ ചെക്കിൻ്റെ സീരിയൽ നമ്പേഴ്സ് എന്ന് ബാങ്കിനറിയാം. സോ ഇഫ് വൺ ഓഫ് ദ ചെക്ക് ഇസ് മിസ്സിംഗ് ദ ബാങ്ക് ഗെറ്റ്സ് എ നോട്ടീസ് ഓഫ് ദാറ്റ്. അപ്പോൾ അതാണ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ദ പ്രിൻറ്റഡ് ഫോംസ് ഓഫ് ചെക്കിൽ. And the last one is if the drawer wants to stop the payment of the check he has issued, he can done easily by intimating the bank the serial number of the check. അപ്പോൾ നമ്മളൊരു ചെക്ക് കൊടുത്തു, ഒരാൾക്ക് ചെക്ക് കൊടുത്തു, ചിലപ്പോൾ പോസ്റ്റ് ഡേറ്റഡ് ചെക്കായിരിക്കാം കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ 6/2/2021 ഞാൻ ചെക്ക് കൊടുത്തു, പക്ഷേ അതിനകത്ത് എഴുതിയിരിക്കുന്ന എമൗണ്ട് എഴുതിയിരിക്കുന്ന ടൈം 10/3/2021 ആണെന്ന് വെച്ചോ. അങ്ങനെ ആകുമ്പോൾ അതൊരു പോസ്റ്റ് ഡേറ്റഡ് ചെക്കായി. പക്ഷേ എനിക്ക് നാളെയോ മറ്റന്നാളോ തോന്നുന്നു ആ ചെക്ക് വേണ്ട, ഞാൻ അയാളുമായിട്ടുള്ള ട്രാൻസാക്ഷൻ നിർത്തുകയാണ്. ചിലപ്പോൾ ബിസിനസ് അല്ലേ, നമുക്ക് അയാളുമായിട്ട് പിന്നെ ട്രാൻസാക്ഷൻ ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അത് നിർത്തുകയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ആ സീരിയൽ നമ്പർ മെൻഷൻ അറിയിപ്പിച്ചാൽ മതി നമ്മളുടെ ബാങ്കിലേക്ക്. ഈ ദിവസം വരുന്ന ചെക്ക് ഈ സീരിയൽ നമ്പറിൽ ചെക്ക് ഇതാക്കി കൊടുക്കണ്ട, ഓർഡർ ചെയ്യേണ്ട, ആ എമൗണ്ട് കൊടുക്കണ്ട എന്ന് പറഞ്ഞ് ദ ഡ്രോവർ മെൻഷൻ ചെയ്താൽ മാത്രം മതിയായിരിക്കും. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും പേയ്മെൻറ്റ് നിർത്താൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഇൻറ്റിമേഷൻ മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. ചെക്കിൻ്റെ സീരിയൽ നമ്പറിൻ്റെ ഇൻറ്റിമേഷൻ മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് എ പ്രിൻറ്റഡ് ഫോംസ് ഓഫ് ചെക്സ്. അപ്പോൾ പ്രിൻറ്റഡ് ഫോംസ് ഓഫ് ചെക്ക് എന്താണെന്ന് നമ്മൾ കണ്ടു. അതുപോലെ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ്? അപ്പം വെരി കൺവീനിയൻ്റ് ആണ്, എപ്പോൾ വേണമെങ്കിലും നമുക്ക് സൈൻ ചെയ്ത് കൊടുക്കാം. ഓൾട്രേഷൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. എന്തെങ്കിലും ചെറിയ മാറ്റം വരുത്തി അത് ഭയങ്കര പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ആ ചെക്ക് ഇൻവാലിഡ് ആയി പോവും. പിന്നെ സീരിയൽ നമ്പേഴ്സൊക്കെ നോട്ടഡ് ആയിരിക്കും, അതുകൊണ്ട് ഒന്നും മിസ് ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ എന്തെങ്കിലും ഒരു എമൗണ്ട് നമുക്ക് നിർത്തണം, അത് ഹോൾഡ് ചെയ്യണം, ആ ഡ്രോവറിന് അല്ലെങ്കിൽ ആ പേയ്ക്ക് കൊടുക്കണ്ട എന്ന ഒരു ടേംസ് വരികയാണെങ്കിൽ വി ക്യാൻ ജസ്റ്റ് ഇൻറ്റിമേറ്റ് ദ ബാങ്ക് അബൌട്ട് ദ സീരിയൽ നമ്പർ. ഓൺ ഇൻറ്റിമേറ്റിംഗ് ദ സീരിയൽ നമ്പർ ടു ദ ബാങ്ക് ഇറ്റ് വിൽ ബി സ്റ്റോപ്ഡ്, പേയ്മെൻറ്റ് വിൽ ബി സ്റ്റോപ്ഡ്. ദാറ്റ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് എ പ്രിൻറ്റഡ് ഫോംസ് ഓഫ് ചെക്ക്. അപ്പോൾ ചെക്സ് പ്രിൻറ്റഡ് ഫോംസിൽ വെക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങളാണ് ഇപ്പോൾ നമ്മൾ മെൻഷൻ ചെയ്ത ദ അഡ്വാൻറ്റേജസിൽ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് വാട്ട് ഇസ് എ ഡ്രോയിങ് ഓഫ് ചെക്ക്. അപ്പോൾ നമ്മൾ ചെക്ക് എന്താണെന്ന് പഠിച്ചു, വാലിഡിറ്റി എന്തെല്ലാം വേണം, അതിൽ ആരൊക്കെയാണ് ഒരു ചെക്കിൽ ഇൻവോൾവ് ആവുന്ന ആൾക്കാർ, എന്തെല്ലാം ടൈപ്സ് ഓഫ് ചെക്സ് ആണുള്ളത്, അതുപോലെ എന്താണ് ഈ പ്രിൻറ്റഡ് ഫോംസ് ഓഫ് ചെക്ക്, അതിൻ്റെ ഉപയോഗങ്ങൾ എന്താണ്, ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ ഇപ്പോൾ നമുക്ക് ചെക്ക് കിട്ടി, അതെങ്ങനെ ഡ്രോ ചെയ്യും, എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ്, ഒരു മണി നമ്മളുടെ കയ്യിലേക്ക് നമ്മൾ ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് മണി എന്ന ഫോമിൽ നമ്മുടെ കയ്യിലേക്ക് തിരിച്ചു കിട്ടുക, എന്നതിനാണ് ഡ്രോയിങ് ഓഫ് ചെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ ദ ഫസ്റ്റ് തിങ് വി വോണ്ട് ടു നോ ഇസ് ദാറ്റ് ദർ ഷുഡ് ബി അഡ്വക്കസി ഓഫ് ഫണ്ട്സ്. നമ്മൾ ഏത് ബാങ്കിൻ്റെ അക്കൗണ്ടിന് മേലെയാണ് ചെക്ക് എടുക്കുന്നത് ആ ബാങ്കിൽ ആ അക്കൗണ്ടിൽ എമൗണ്ട് ഉണ്ടായിരിക്കണം. ഇപ്പോൾ 1 lakhൻ്റെ എമൗണ്ട് നമ്മൾ ചെക്കിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ 1 lakh എമൗണ്ട് ഷുഡ് ബി ദാൻ ഇൻ ദ ബാങ്ക് അക്കൗണ്ട്. അതാണ് ഒരു കാര്യം, അഡ്വക്കസി ഓഫ് ദ ഫണ്ട്. സോ അതിന് മുമ്പ് നമ്മൾ സൈൻ ചെയ്തിരിക്കണം. ഡ്രോവർ എന്തെല്ലാമാണ് ഫില്ല് ചെയ്യേണ്ടത്, എത്ര എമൗണ്ട് ആണെന്നുള്ളത് ഫില്ല് ചെയ്തിരിക്കണം, അതുപോലെ സൈൻ ചെയ്തിരിക്കണം, അത് പേയിലേക്ക് കൊടുത്തിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ
നമ്മൾക്ക് ചെക്കിനെ ആരും ഡിസോണർ ചെയ്യുക, ബാങ്ക് ഒരിക്കലും ഡിസോണർ ചെയ്യാതെ എമൗണ്ട് കൊടുക്കത്തുള്ളൂ. അതിന് എക്സ്ട്രാ ആയിട്ട് വേണ്ട കാര്യങ്ങളാണ് അഡ്വക്കസി ഓഫ് ഫണ്ട്. Amount, that is the check, will be honored by the bank only when there is sufficient balance in the account of the drawer. ഡ്രോവറിൻ്റെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടായിരിക്കണം. സോ ദ ഡ്രോവർ മസ്റ്റ് വെരിഫൈ ദ സെയിം ബിഫോർ ഇഷ്യൂയിങ് എ ചെക്ക്. ഈ ചെക്ക് നമ്മൾ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അറിയുക അതിനകത്ത് എമൗണ്ട് ബാലൻസ് ഇല്ല എന്ന് അറിയുന്നൊരു സിറ്റുവേഷൻ വരരുത്. അങ്ങനെയാകുമ്പോൾ അത് ചെക്ക് ഡിസോണേർഡ് ആവും. വണ്ടി ചെക്ക് എന്ന് പറഞ്ഞ് എമൗണ്ട് ഉണ്ടാവത്തില്ല അതിനകത്ത്. സോ ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർ. നമ്മൾ ആദ്യം തന്നെ അതിനകത്ത് എമൗണ്ട് ഉണ്ടോ, ഫണ്ട് അവൈലബിൾ ആണോ എന്നത് ഉറപ്പാക്കിയിട്ട് വേണം നമ്മളൊരു ചെക്ക് ഏതൊരാൾക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. ദാറ്റ് ഇസ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് വൺ ഇസ് ദ ഡേറ്റിംഗ് ഓഫ് എ ചെക്ക്. That is, before issuing a check, the drawer must put the date on the check. If the check is not dated, the bank may return it unpaid. The person who presents the checks can insert the date on it before presentation. The date shown on the check is taken as the date of issue of the check, but the drawer can put any date on the check, including a holiday. Thus, a check may be antedated or post-dated. നമ്മൾ പറഞ്ഞു ആൻറ്റിഡേറ്റഡ് ചെക്സും ഉണ്ട്, പോസ്റ്റ് ഡേറ്റഡ് ചെക്സും ഉണ്ടെന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഡേറ്റിംഗ് എന്തായാലും നിർബന്ധമാണ്. ഡേറ്റ് എത്തിയിരിക്കണം. ഏത് ഡേറ്റിനാണ് നമ്മൾ ഒരു ചെക്ക് ലീഫ് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. അതിൻ്റെ റൈറ്റ് ടോപ്പ് കോർണറിൽ ഒരു ബോക്സ് ഉണ്ടാവും ഡേറ്റ് എഴുതാൻ വേണ്ടി. അങ്ങനെ ഡേറ്റ് എഴുതാതെയാണ് നമ്മളൊരു ബാങ്കിൽ കൊടുക്കുന്നതെങ്കിൽ ചെക്ക്, ഒരിക്കലും ആ ചെക്കിനെ നമ്മൾ ഓണർ ചെയ്യത്തില്ല. അല്ലെങ്കിൽ ദ ബാങ്ക് വിൽ നോട്ട് അക്സെപ്റ്റ് ദ ചെക്ക്. അവർ എമൗണ്ട് ഒരിക്കലും തരത്തില്ല. അപ്പോൾ ഒന്നെങ്കിൽ പോസ്റ്റ് ഡേറ്റഡോ അല്ലെങ്കിൽ ആൻറ്റി ഡേറ്റഡ് ആയിട്ട് ചെക്കിന് ഒരു ഡേറ്റ് ഇട്ടിരിക്കണം. അതേപോലെ തന്നെ ഒരു ഹോളിഡേയ്സ് വരെ നമുക്ക് വേണമെങ്കിൽ ഡേറ്റ് കൊടുക്കാം. ഇപ്പോൾ സൺഡേ ആണോ അല്ലെങ്കിൽ ഒരു പബ്ലിക് ഹോളിഡേയ്സ് ആണോ അതൊക്കെ നമുക്ക് ഡേറ്റ് ആയിട്ട് കൊടുക്കാം. ദർ ഇസ് നോ ഇഷ്യൂ ഓൺ ഗിവിങ് എനി ഡേറ്റ്സ് വിച്ച് ഇസ് എ ഹോളിഡേ, എ പബ്ലിക് ഓർ നോർമൽ സെക്കൻഡ് സാറ്റർഡേ ഓർ എനിത്തിങ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഗിവൺ. സോ അതിൽ തന്നെ നമ്മൾ നോക്കേണ്ട കാര്യങ്ങളാണ് ആൻറ്റി ഡേറ്റഡ് ചെക്കും പോസ്റ്റ് ഡേറ്റഡ് ചെക്കും അതുപോലെ സ്റ്റേൽ ചെക്കും. നമ്മൾ ടൈപ്സ് ഓഫ് ചെക്കിൽ പറഞ്ഞു, ഒന്നുകൂടെ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുക. ആൻറ്റി ഡേറ്റഡ് ചെക്ക് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എന്നാണ് ഡേറ്റ് നമ്മുടെ ചെക്ക് കൊടുക്കുന്നത് അതിന് മുമ്പത്തൊരു ഡേറ്റാണ് ആ ചെക്കിൽ എഴുതിയിരിക്കുന്നത് എങ്കിൽ ഞാൻ ഇന്ന് കൊടുക്കുന്നു, പക്ഷേ ഇന്നലത്തെ ഡേറ്റിൽ കൊടുക്കുന്ന ചെക്കാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആൻ ആൻറ്റി ഡേറ്റഡ് ചെക്ക്. സോ ഇഫ് എ ചെക്ക് ബിയേഴ്സ് എ ഡേറ്റ് ഏർലിയർ ദാൻ ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഇറ്റ് ഈസ് കോൾഡ് ആൻ ആൻറ്റി ഡേറ്റഡ് ചെക്ക്. ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. If a check issued on the 15th June 2015 with the date of 1st May 2015, മെയ് കഴിഞ്ഞാണ് ജൂൺ വന്നിരിക്കുക. അപ്പം ഒരു മാസം മുമ്പത്തെ ഒരു മാസം 15 ഒരു 1.5 മാസം മുമ്പത്തെയാണ് ഡേറ്റ് ഇട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ചെക്കിനെ നമ്മൾ ആൻറ്റി ഡേറ്റഡ് ചെക്ക് എന്ന് പറയുന്നു. സോ സച്ച് ചെക്സ് ആർ വാലിഡ് ഇഫ് പ്രസൻറ്റഡ് വിത്തിൻ 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് ചെക്ക്. നമ്മൾ ആ ഡേറ്റ് ഇട്ടു 1st May 2015 ആണെങ്കിൽ മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 1st വരെ അതിന് വാലിഡിറ്റി ഉള്ളൂ. 3 മാസമേ അതിന് വാലിഡിറ്റി ഉള്ളൂ. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മളത് ബാങ്കിൽ പ്രസൻറ്റ് ചെയ്ത് എമൗണ്ട് ആക്കി മാറ്റിയിരിക്കണം. അതർവൈസ് ഇറ്റ് വോണ്ട് ബി പെയ്ഡ്. ചെക്കിന് പേയ്മെൻറ്റ് കൊടുക്കത്തില്ല. ദാറ്റ് ഈസ് കോൾഡ് ആൻറ്റി ഡേറ്റഡ് ചെക്ക്. സെക്കൻഡ് ടൈപ്പാണ് നമ്മൾ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് പറഞ്ഞത്. നേരത്തെ മെൻഷൻ ചെയ്തതാണ്. നമ്മൾ കൊടുക്കുന്ന ഡേറ്റ് ഇപ്പം ഇന്ന് കൊടുത്താൽ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് ഇട്ട് കൊടുക്കുന്ന ഒരു ചെക്കാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് എ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്. സോ എ ചെക്ക് ബിയേഴ്സ് എ ഡേറ്റ് subsequent to the date of issue is called that post dated check. ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടോ, എ ചെക്ക് വിച്ച് ഇസ് ഇഷ്യൂഡ് ഓൺ ദി 20th June 2050 ഇഫ് ഡേറ്റഡ് ആസ് 10th July 2050. ജൂണിലുള്ളത് ജൂലൈയുടെ ഡേറ്റ് ഇട്ടിട്ട് കൊടുത്തിരിക്കുന്നു. അതിനെയാണ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്ന് പറയുന്നത്. സച്ച് ചെക്ക് ഇസ് പേബിൾ ഓൺലി ഓൺ ഓർ ആഫ്റ്റർ ദി ഡേ സ്പെസിഫൈഡ് ഇൻ ദ ചെക്ക്. ഇപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ എന്താ, ഈ 10th തീയതിക്ക് മുമ്പ് 10th ജൂലൈക്ക് മുമ്പ് ഞാൻ കൊടുക്കുക, 9th July 2015 ഞാൻ ചെക്ക് കൊടുത്താൽ പോലും എനിക്ക് ആ എമൗണ്ട് തരത്തില്ല. ഓൺലി ആഫ്റ്റർ ദ 10th July ഓർ ഓൺലി ഓൺ 10th July, ഓൺ ഓർ ആഫ്റ്റർ 10th July മാത്രമേ എനിക്ക് ആ എമൗണ്ട് കിട്ടത്തുള്ളൂ. അതാണ് പോസ്റ്റ് ഡേറ്റഡ് ചെക്കിന് ഒരു പ്രത്യേകത. അപ്പം ആൻറ്റി ഡേറ്റഡ് ചെക്ക് എന്ന് വെച്ചാൽ മുന്നത്തെ ഒരു ഡേറ്റ് വെച്ച് കൊടുക്കുന്നു, എന്നാൽ നമ്മളുടെ ഇഷ്യൂ ചെയ്തതിന് ശേഷമുള്ള ഡേറ്റ്സിൽ വെച്ച് കൊടുക്കുന്നതിന് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്ന് പറയുന്നു. അതുപോലെ 3 മാസമാണ് നമ്മുടെ വാലിഡിറ്റി, നമ്മുടെ ചെക്കിൻ്റെ നോർമൽ വാലിഡിറ്റി. ആദ്യം കഴിഞ്ഞിട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ ചെക്ക് ഇൻ സർക്കുലേഷൻ ഫോർ മോർ ദാൻ 3 months ഓഫ് ഇറ്റ്സ് ഇഷ്യൂ ഇസ് കോൾഡ് ദ സ്റ്റേൽ ചെക്ക് ഇൻ ഇന്ത്യ. ഇറ്റ് ഇസ് എൻ ഔട്ട്ഡേറ്റഡ് ചെക്ക് ആൻഡ് ദ ബാങ്ക്സ് വിൽ നോട്ട് ഓണർ ദിസ് ചെക്ക്. 3 മാസം കഴിഞ്ഞാൽ ബാങ്ക്സ് ഒരിക്കലും ഓണർ ചെയ്യത്തില്ല, ബിക്കോസ് ദേ വോണ്ട് ഗീവ് ദ മണി. ഫോർ എക്സാമ്പിൾ, ഇഫ് എ ചെക്ക് ഡേറ്റഡ് 1st January 2015 ഇറ്റ് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ് ഓൺ ഓർ ബിഫോർ ദ 1st April 2050. അപ്പം ഫെബ്രുവരി, മാർച്ച് കഴിഞ്ഞു, ഏപ്രിൽ 1st ആയിട്ട് നമ്മൾ എമൗണ്ട് ചെക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ അതിന് ശേഷം 2nd April പോയാൽ പോലും നമ്മുടെ ചെക്കിനെ സ്റ്റേൽ ചെക്ക് എന്ന് പറയാം. ബിക്കോസ് ഇറ്റ് ഹാസ് പാസ് ദ 3 months. 3 months ശേഷം ആ ഡേറ്റ് ഇട്ടേക്കുന്നത്.
അപ്പോൾ അങ്ങനെ അല്ല നമ്മൾ അപ്രോച്ച് ചെയ്തിരിക്കുന്ന ബാങ്കിൽ, അപ്പോൾ അതൊരു സ്റ്റേൽ ചെക്കാവും. അപ്പോൾ പോസ്റ്റ് ഡേറ്റഡ് ചെക്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ആരെയും നമുക്ക് പോസ്റ്റ് ഡേറ്റഡ് ചെക്കാണ് തരുന്നതെങ്കിൽ വി ഷുഡ് സീ ദാറ്റ് ഇത് 3 മാസത്തിന് മുമ്പത്തെ ഡേറ്റ് ആണ് കൊടുത്തിരിക്കുന്നതെന്ന് മെൻഷൻ ചെയ്യണം. അപ്പം ഇന്ന് നമുക്കൊരു ചെക്ക് തന്നു, 3 മാസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് ഇട്ടാണ് ചെക്ക് തന്നതെങ്കിൽ അതൊരിക്കലും നമുക്ക് എമൗണ്ടാക്കി മാറ്റാൻ പറ്റില്ല. So always we should take care if the post dated check is dated before the 3 months. 3 മാസത്തിന് മുമ്പുള്ള ഡേറ്റ് ആണ് അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഉറപ്പ് വരുത്തണം. So these are the types of checks. അപ്പോൾ ഡേറ്റിംഗ് ഓഫ് ചെക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ഫണ്ട് ഉണ്ടായിരിക്കണം, അതുപോലെ ചെക്കിൽ ഡേറ്റ് ഉണ്ടായിരിക്കും. അത് പോസ്റ്റ് ആവാം, അതുപോലെ ആൻറ്റി ഡേറ്റഡ് ആവാം. അങ്ങനെയൊന്നും അല്ല, ഒരു 3 മാസം കഴിഞ്ഞിട്ടാണ് അത് സർക്കുലേഷൻ നിൽക്കുകയാണ്, അത് ഓർഡർ ചെയ്യുന്നില്ലെങ്കിൽ അതിനെ സ്റ്റേൽ ചെക്ക് എന്ന് പറയും. Okay, so these are the 2 points to be considered on drawing a check. The third one is the amount of check. That is, the amount payable on check should be written both in words and figures. There should not be any discrepancy between the amounts in the figures and the words. If the amount written in figures and the words vary, the check will not be paid by the bank. നമുക്ക് ആ ചെക്ക് ലീഫ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ഒരു നമുക്ക് ഫിഗേഴ്സിൽ എഴുതണം, അതുപോലെ ഇൻ വേർഡ്സ്, എമൗണ്ട് ഇൻ ഫിഗേഴ്സ്, എമൗണ്ട് ഇൻ വേർഡ്സ് എന്ന രീതിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിപ്പോൾ ഒരു 1 lakh ആണെങ്കിൽ ഫസ്റ്റ് 1 lakh എന്നത് ഡിജിറ്റൽ എഴുതണം, അതിനുശേഷം 1 lakh rupees ഒള്ളി എന്നും കൂടെ എഴുതി വെക്കണം. 1 lakh rupees ഒള്ളിയും മെൻഷൻ ചെയ്യണം. അപ്പോൾ അങ്ങനെ എഴുതിയാൽ മാത്രമേ നമുക്ക് ആ ചെക്ക് ഓണർ ചെയ്ത് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ അതിനുള്ള എൻകാഷ്മെൻറ്റ് നടക്കുകയുള്ളൂ. ഇപ്പോൾ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ ഇതിനകത്ത് വന്നു, 1 lakh and 1 എന്ന് എഴുതിയിട്ട് ഹിയർ ഇഫ് 1 lakh only is mentioned, the check will not be honored by the bank. ബാങ്ക് ഒരിക്കലും ആ ചെക്കിൻ്റെ അഗെയിൻസ്റ്റ് എമൗണ്ട് തരുന്നുണ്ടാവില്ല. അതാണ് എമൗണ്ട് ഓഫ് ചെക്കിൽ പറയുന്നത്. അപ്പോൾ റിട്ടേൺ ഫോമിൽ തന്നെ വേണം, ബാക്കിയെല്ലാം പ്രിൻറ്റഡ് ആയിരിക്കും. ബാങ്കിൻ്റെ പേരും IFSC കോഡും ഡേറ്റിൻ്റെ ഇതും എല്ലാം പ്രിൻറ്റഡ് ആയിരിക്കും. പക്ഷേ നമ്മൾ എഴുതുന്ന എമൗണ്ട്സ് ഇൻ വേർഡ്സും ഫിഗേഴ്സും അതുപോലെ സൈനും നമ്മളുടെ ഹാൻഡ് റിട്ടൺ ആയിരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് വേരി. രണ്ടും ഒരേപോലെ ആയിരിക്കണം. 1 lakh ആണെങ്കിൽ 1 lakh തന്നെ നമ്മൾ വേർഡ്സിലും ഫിഗേഴ്സിലും എഴുതണം. 2 lakh ആണെങ്കിൽ അങ്ങനെ തന്നെ. ദർ ഷുഡ് നോട്ട് ബി എനി ചേഞ്ചസ്. ദാറ്റ് ഈസ് അബൌട്ട് ദ എമൗണ്ട് ഓഫ് ചെക്ക്. ആൻഡ് ദി ലാസ്റ്റ് വൺ ഇസ് ദ ഡ്രോവേഴ്സ് സിഗ്നേച്ചർ. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ചെക്കിൽ നമ്മുടെ സൈൻ. ആരുടെ അക്കൗണ്ടിൽ നിന്നാണോ ആ ചെക്കിൻ്റെ എമൗണ്ട് വിഡ്രോ ചെയ്യേണ്ടത്, ഹി ഷുഡ് സൈൻ ഇറ്റ് പ്രോപ്പർലി. ആ സൈൻ ഒരിക്കലും വേരിയും ചെയ്യാൻ പാടില്ല. പെൻസിൽ കൊണ്ടോ റബ്ബർ സ്റ്റാമ്പ് കൊണ്ടോ ഒന്നും സൈൻ അല്ല. ജസ്റ്റ് വി ഷുഡ് യൂസ് എ പെൻ ഫോർ സൈനിങ് സച്ച് എ ചെക്ക്. So the drawer must sign the check before presenting it before the bank. ബാങ്കിൽ കൊടുക്കുന്നതിന് മുമ്പ് സൈൻ ചെയ്യണം. And the check without the drawer's signatures is invalid. If the signature can be put by using pen, it is not, the pencil or rubber stamp cannot be used for signing the check. And the signature given in the check should tally with the specimen signature given to the bank at the opening of the account. നമ്മളിപ്പോൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ ഫോംസ് എല്ലാം ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2-3 സൈൻസ് നമ്മൾ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു സൈൻ വെച്ച് ഈ ചെക്കിൻ്റെ സൈനും അവർ ടാലി ചെയ്ത് നോക്കും ബാങ്ക്. ഒൺലി ഇഫ് ദർ ഇസ് നോ ഡിസ്ക്രിപ്പൻസി, അല്ലെങ്കിൽ വ്യത്യാസങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയാൽ മാത്രമായിരിക്കും ആ ചെക്കിൻ്റെ അഗെയിൻസ്റ്റ് പൈസ കൊടുത്തിരിക്കുന്നത്. ഇനി എല്ലാവർക്കും സൈൻ ചെയ്യാൻ അറിയണമെന്നില്ല. സോ ഇഫ് ദ ഡ്രോവർ ഇസ് ഇലിറ്ററേറ്റ്, അല്ലെങ്കിൽ അയാൾക്ക് ഒപ്പിടാൻ അറിയില്ലെങ്കിൽ ദെൻ ഹി ക്യാൻ യൂസ് ദ തമ്പ് ഇംപ്രഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇൻ ദാറ്റ് സെൻസ് ആദ്യം അയാൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴും തമ്പ് ഇംപ്രഷൻ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തമ്പ് ഇംപ്രഷൻസും ടാലി ചെയ്തിട്ട് മാത്രമായിരിക്കും ആ ചെക്കിൻ്റെ എമൗണ്ട് നമ്മുടെ പേയ്ക്ക് കിട്ടത്തുള്ളൂ. സോ എനി ഓൾട്രേഷൻ മെയ്ഡ് ഇൻ ദ ചെക്ക് ലൈക്ക് ഓവർ റൈറ്റിംഗ് ഓർ alteration of the date, amount, etc. will be confirmed by the full signature of the drawer. The banks will disown a check which contains unauthorized alterations. എന്തെങ്കിലും ഓൾട്രേഷൻസ് വന്നു, ഇപ്പോൾ ഡേറ്റിൽ വ്യത്യാസം വരുത്തുന്നു, അല്ലെങ്കിൽ നമ്മുടെ എമൗണ്ടിൽ വ്യത്യാസം വരുത്തുന്നു, ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വരുത്തിയാൽ ആ ബാങ്ക് നേരെ ആരിലേക്ക്, നമ്മുടെ ഡ്രോവറിലേക്കായിരിക്കും ഈ കാര്യങ്ങൾ ഇൻഫോം ചെയ്യുന്നത്. ഇൻ ദാറ്റ് സെൻസ് ഓൺലി ഇഫ് ദേ കൺഫേം, അല്ലെങ്കിൽ അവർ ഓതറൈസ് ചെയ്ത് ഫുൾ സൈൻ ഇട്ട് കൺഫേം ചെയ്താൽ മാത്രമായിരിക്കും ആ എമൗണ്ട് ആ ചെക്കിന് അഗെയിൻസ്റ്റ് ബാങ്ക് കൊടുക്കുകയുള്ളൂ. സോ ദീസ് ആർ ദ മെയിൻ പോയിന്റ്സ് ടു ബി കൺസിഡേർഡ് ഓൺ ഡ്രോയിങ് എ ചെക്ക്. അപ്പോൾ ആദ്യം നമ്മൾ ഫണ്ട് ഉണ്ടോ എന്ന് നോക്കുക. നമ്മൾ ഏത് അക്കൗണ്ടിൻ്റെ പേരിലാണ് ചെക്ക് എടുക്കുന്നത്, ആ അക്കൗണ്ടിൽ ആ ചെക്ക് എമൗണ്ടിലുള്ള എമൗണ്ടെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് അഡ്വക്കേസി ഓഫ് ചെക്ക്. സെക്കൻഡ് വൺ ഇസ് ദ ഡേറ്റിംഗ് ഓഫ് ചെക്ക്. എന്തായാലും അതിലൊരു ഡേറ്റ് മെൻഷൻഡ് ആയിരിക്കണം. അത് പ്രീവിയസ് ഡേറ്റ് ആവാം, മീൻസ് ആൻറ്റി ഡേറ്റഡ് ചെക്ക് ആവാം, പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ആവാം. നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതിന് ശേഷമുള്ളൊരു ഡേറ്റ്സ് കൊടുക്കുക. അതല്ലെങ്കിൽ ഈ രണ്ടും അല്ല, നമ്മൾ 3 മാസം കഴിഞ്ഞിട്ടും ആ ചെക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ അതിന് സ്റ്റേൽ ചെക്ക് എന്ന് പറയും. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. അതാണ് അബൌട്ട് ദ ഡേറ്റിംഗ് ഓഫ് ദ ചെക്ക്. ആൻഡ് ദ തേർഡ്, ദ എമൗണ്ട് ഓഫ് ദ ചെക്ക്. നമ്മൾ എഴുതുന്ന എമൗണ്ട്സ്, നമ്മൾ റിട്ടേൺ ആയിട്ട് എത്ര എമൗണ്ട് ആണ് ചെക്കിന് ഡ്രോ ചെയ്യേണ്ടതെന്ന് എഴുതിയിരിക്കണം.
ഇപ്പോൾ 1 lakh എന്ന് വേർഡ്സിലും എഴുതേണ്ടി വരും, ഇൻ ഫിഗേഴ്സും എഴുതേണ്ടി വരും. ദർ ഷുഡ് ബി നോ ഡിസ്ക്രിപ്പൻസി ബിറ്റ്വീൻ ദ ടു. രണ്ടും ഒരേപോലെ ആയിരിക്കണം, മാറ്റങ്ങളൊന്നും ഉണ്ടാവരുത്. മാറ്റം ഉണ്ടെങ്കിൽ ബാങ്ക് ഒരിക്കലും ആ എമൗണ്ട് കൊടുക്കത്തില്ല. ആൻഡ് ദ ലാസ്റ്റ് വൺ, ദ ഡ്രോവേഴ്സ് സിഗ്നേച്ചർ. ഡ്രോവറുടെ സൈൻ ആവശ്യമുണ്ട്. സൈൻ ഇൻ ദ സെൻസ് വിത്ത് പെൻ ഉപയോഗിച്ച് തന്നെ സൈൻ ചെയ്യണം. അപ്പോൾ സൈൻ അവർ ടാലി ചെയ്ത് നോക്കും. ബാങ്ക് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന സൈനും നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തപ്പോൾ ഉള്ള സൈനും തമ്മിൽ ടാലി ചെയ്ത് ഇഫ് ഇറ്റ് ഇസ് പ്രോപ്പർ അല്ലെങ്കിൽ ഓതറൈസ്ഡ് ആണെന്ന് ഉറപ്പാക്കിയാൽ മാത്രമായിരിക്കും ആ എമൗണ്ട് പേയ്ക്ക് കൊടുക്കുന്നത്. അതേപോലെ പെൻ ഉപയോഗിച്ച് മാത്രം സൈൻ ചെയ്യണം. പിന്നെ എന്തെങ്കിലും ഓൾട്രേഷൻസോ നമ്മുടെ സൈനിലോ അതുപോലെ സൈനിലല്ല ദ ഡേറ്റിലോ അതേപോലെ ഫിഗേഴ്സിലോ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ അത് കൺഫേം ചെയ്യുക. ഓൺലി ഓൺ ഗെറ്റിംഗ് എ കൺഫർമേഷൻ ഫ്രം ദ ഡ്രോവർ ദ ബാങ്കർ വിൽ ഇഷ്യൂ ദ എമൗണ്ട് ടു ദ പേ. കൺഫർമേഷൻ കിട്ടിയാൽ മാത്രമേ, ഫുൾ സിഗ്നേച്ചർ ഇട്ട് കൺഫർമേഷൻ കൊടുത്താൽ മാത്രമേ ബാങ്ക് പൈസ കൊടുക്കുള്ളൂ. അതർവൈസ് ദേ വിൽ ഡിസോണർ ദ ചെക്ക് if there is unauthorized alterations in the check. So this is about the checks. എന്താണ് ചെക്സ്, അതിൻ്റെ വാലിഡിറ്റി എന്താണ്, ചെക്സ് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 പാർട്ടീസ് ഇൻവോൾവ് പറഞ്ഞു. ഡ്രോവർ, ഡ്രോയി, ദെൻ പേയി. പിന്നെ ടൈപ്സ് ഓഫ് ചെക്സ്, ഏതെല്ലാം ടൈപ്സ് ചെക്സ് ഉണ്ട്. ഇൻ വിച്ച് ദ ബിയറർ, ഓർഡർ ചെക്ക്, ബ്ലാങ്ക് ചെക്ക്, ആൻറ്റി ഡേറ്റഡ്, ദെൻ പോസ്റ്റ് ഡേറ്റഡ്, സ്റ്റെയിൽ ആൻഡ് മൾട്ടി ഡേറ്റഡ് ചെക്ക്. അത്രയും പറഞ്ഞു. പിന്നെ പ്രിന്റഡ് ഫോംസ് ഓഫ് ചെക്സിന് എന്താണ് അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്? ഓൾട്രേഷൻസ് വരുത്താൻ പറ്റില്ല. സീരിയൽ നമ്പേഴ്സ് ബാങ്കിന് അറിയായിരിക്കും. ഏതെങ്കിലും ഒരാൾ പേയ്മെൻറ്റ് വേണ്ട, എനിക്ക് കൊടുക്കേണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ആ ഡ്രോവർ ബാങ്കിലേക്ക് ഇൻറ്റിമേറ്റ് ചെയ്താൽ മതി സീരിയൽ നമ്പർ. ഓൺ ഇൻഡിക്കേറ്റിംഗ് ദ സീരിയൽ നമ്പർ ദേ വിൽ സ്റ്റോപ്പ് ദ പേയ്മെൻറ്റ്. അതേപോലെ ചെക്ക് ഡ്രോ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിരുന്നു അഡ്വക്കസി ഓഫ് ഫണ്ട്സ്, പിന്നെ ഡേറ്റിംഗ് ഓഫ് ചെക്ക്, ദ എമൗണ്ട് ഷുഡ് ബി റിട്ടേൺ ബോത്ത് ഇൻ ഫിഗേഴ്സ് ആൻഡ് ദ വേർഡ്സ് ഈക്വലി, ഒരേപോലെ തന്നെ വേണം. ആൻഡ് ദ ലാസ്റ്റ് വൺ അബൌട്ട് ദ സിഗ്നേച്ചർ, ഡ്രോവറിൻ്റെ സിഗ്നേച്ചർ എങ്ങനെയായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചെക്കിൽ ഡിസ്കസ് ചെയ്തത്. സോ വിത്ത് ദിസ് വി ക്യാൻ എൻഡ് ടുഡേയ്സ് ക്ലാസ്. അപ്പോൾ ഇന്ന് ചെക്ക് എന്താണ്, ചെക്കിൻ്റെ വാലിഡിറ്റി, അതുപോലെ ടൈപ്സും, ആൻഡ് ലാസ്റ്റ് വാട്ട് ആർ ദ points to be considered on drawing a check. ഇത്രയും ഡിസ്കസ് ചെയ്തു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. I can discuss it. Okay. Thank you.